പുണ്യകാലത്തിൻ്റെ ഉത്തരായണത്തിൻ്റെ ഒരു കുറിപ്പൊക്കെയാണ്. നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ പ്രതിമ പൂജയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളിലേക്ക് സാധിക്കേണ്ടവരാണ്. അപ്പോൾ മനുഷ്യസാധ്യമായ നമ്മൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അതിൽ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ തടസ്സമായിട്ട് വരിക ഈ ജന്മത്തിലും ജന്മത്തിലേക്ക്, അതല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ചെയ്യാണ്ട് വരിക, ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് തടസ്സമായി വരും. പിതൃക്കളുടെ ശ്രാദ്ധാദികൾ കൂട്ടാതിരിക്കുക, വിലയിടാതിരിക്കുക. അപ്പോൾ ആ പിതൃകോപം നമുക്ക് നമ്മളുടെ സൗഖ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ തടസ്സമായിട്ട് വരും. ലക്ഷ്യത്തിലെത്തില്ല. അതിന് നമ്മൾ ഉപാസിക്കേണ്ട നമ്മളുടെ കുടുംബദേവതകളേക്ക് ഉപാസിക്കാതിരിക്കുക, ദർശിക്കാതിരിക്കുക, അവർക്ക് ഉത്സവാദികളിൽ പങ്കെടുക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ അവരുടെ മുഖം അതുണ്ടാവും. പിന്നെ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് അവരുടെ എന്തെങ്കിലും ശാപാദികളെന്നുണ്ടെങ്കിൽ അത് കൂടാണ്ട് എന്തെങ്കിലും ഗ്രഹദോഷങ്ങൾ, ചില ദശകളുണ്ട്. ആ ദശകൾ ആ അധിപൻ നമുക്ക് അനുകൂലമല്ലാണ്ട് വരുമ്പോൾ കാലദോഷം ഉണ്ടാവും. ഏത് തരത്തിൽ പല തടസ്സങ്ങളും നമുക്ക് വരും. ഒന്ന് പ്രാർത്ഥിക്കുക. ഏത് തരത്തിലുള്ള തടസ്സമായാലും അതൊക്കെ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഏറ്റവും ക്ഷിപ്രം ഈ നമ്മളുടെ കാര്യങ്ങൾ സാധിക്കണം. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആ കർമ്മ രംഗങ്ങളിൽ നിന്നും ഗൃഹങ്ങളിൽ നിന്നും ബന്ധുജനാദികളിൽ നിന്നും ഒക്കെ പോകണമെന്ന് നന്നായി പ്രാർത്ഥിച്ച് നിൽക്കും. മറ്റൊന്നും ചിന്തിക്കാണ്ട് ആ ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി.